ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ദൈവവചനത്തിനകത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞാൽ ജീവിതം നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ആരംഭിച്ച ഒരു ആത്മീയ യാത്ര, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആരംഭിച്ച ഒരാത്മീയ യാത്ര, ഒരു ജീവിതയാത്ര എന്ന് പറയാം. ആത്മീയ യാത്ര എന്ന് പറയുന്നതിനേക്കാൾ ജീവിതയാത്ര. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. അപ്പം ആ ഒരു സ്പിരിച്വൽ ജേണി, ആ ഒരു ആത്മീയ ആ ഒരു ജീവിതയാത്ര, അത് പലരും സക്സസ് ആയിട്ട് കൊണ്ട് മുട്ടിക്കുന്നത് കുറവാണ്. സക്സസ് ആയിട്ട് ചെന്ന് എത്തപ്പെടുന്നത് കുറവാണ്. പൗലോസ് അല്ലാതെ ബൈബിളിൽ വേറെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ നല്ലപോലെ വരുത് വിശ്വാസം കാത്തു ഓട്ടം തികച്ചു നീതിക്കായിട്ടുള്ള കിരീടത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നീതിയുടെ കിരീടം കിട്ടത്തില്ലെന്നോ അവർ പാപികളാണെന്നോ ഒന്നും അർത്ഥമില്ല. പക്ഷെ പൗലോസ് ശ്ലീഹായെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റി. കാരണം അദ്ദേഹം ദമസ്കോസിൽ വെച്ചുണ്ടായ ഒരു എൻകൗണ്ടർ മുതൽ അവസാന സമയം വരെയും ആ മനുഷ്യൻ്റെ ഓട്ടത്തിനകത്ത് ഒരു സ്ഥിരതയുണ്ടായിരുന്നു. ഏറ്റെടുത്ത കമ്മിറ്റ്മെൻറ്റുകൾക്കകത്ത് ഒരു വിശ്വസ്തതയുണ്ടായിരുന്നു. പ്രാപിച്ച അഭിഷേകത്തിനകത്ത് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ആത്മീയത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. ഒന്ന്, കമ്മിറ്റ്മെൻറ്റിനകത്ത് വിശ്വസ്തത വേണം. രണ്ട്, പ്രാപിച്ച അഭിഷേകത്തിനകത്ത് വിശ്വാസം വേണം. മൂന്ന്, ആരെയാ നോക്കിയേക്കുന്നതെന്നുള്ള ഉറപ്പ് വേണം. സ്ഥിരത വേണം. ഓട്ടത്തിനകത്ത് സ്ഥിരത വേണം. ഇതുള്ളൊരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് പൗലോസ് അല്ല, മോശയല്ല, അബ്രഹാം അല്ല, പത്രോസ് അല്ല, സാക്ഷാൽ യഹോവ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ഇയ്യോബിനുള്ളത്. ഇയ്യോബിൻ്റെ സ്പിരിച്വൽ ഡിസിപ്ലിനകത്തുനിന്ന് നമുക്ക് ചില കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മനുഷ്യൻ സ്പിരിച്വലി ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവനിലൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉള്ളപ്പോഴാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ട്, അതുപോലെ അവൻ്റെ ആത്മീയത്തിനകത്തും ഡിസിപ്ലിൻ ഉണ്ടാകണം. ഡിസിപ്ലിൻ ഉണ്ടാകണം. നമ്മൾ അവിടെ ഇവിടെ ഓടുന്നതല്ല ഡിസിപ്ലിൻ, നമ്മൾ കേട്ടെടുത്ത് ഉറയ്ക്കുന്നതാണ് ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ലൈഫ്, ഡിസിപ്ലിൻ ഉള്ളവനാണ് ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിനെ കർത്താവിന് അത്ര കണ്ടങ്ങ് ഇഷ്ടമായിരുന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞിരുന്നു, അബ്രഹാം, ദാനിയേൽ, ദാവീദ്, ഈ മൂന്ന് മനുഷ്യരെ കുറിച്ച് മാത്രമേ കർത്താവ് പ്രത്യേകമായ ഒരു പരാമർശം നൽകിയിട്ടുള്ളൂ. അത് എൻ്റെ സ്നേഹിതനാണ്, ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന നിലകളിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് എന്ന മൂന്ന് പരാമർശം ഈ മൂന്ന് പേരെക്കുറിച്ച് മാത്രമേ ബൈബിളിൽ നൽകിയിട്ടുള്ളൂ. അങ്ങനെ ചില പരാമർശങ്ങൾ കർത്താവ് വളരെ ചിലർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചില പരാമർശങ്ങൾ ചിലർക്ക് മാത്രമേ ബൈബിളിൽ കൊടുത്തിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ ആ വചനം നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് ആ നിലയിൽ ഒരു വ്യത്യസ്തനാകാനാണ് ആഗ്രഹം. നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പരാമർശം, ഒരു വ്യത്യസ്തമായ പരാമർശം എല്ലാവർക്കും കൊടുക്കാതെ ദൈവം കൊടുത്തൊരു വ്യക്തിയാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇയ്യോബിൻ്റെ പുസ്തകം, ഓ ജീസസ് നെയിം, അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായിരുന്നു. ഈ പരാമർശം കർത്താവ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഈ പരാമർശം
കർത്താവ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു സാക്ഷ്യം കർത്താവ് വേറെ ആരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതേ പോയിന്റിൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ് ഇയ്യോബിനെ പോലെ മറ്റാരും ഇല്ലായിരുന്നു എന്നല്ല. പക്ഷെ ദൈവത്തിന് അങ്ങനൊരു സാക്ഷ്യം ആ ഇയ്യോബിൻ്റെ പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ തന്നെ പറയാനുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നമ്മുടെ എഫഥ ഇൻ ജീസസ് മിനിസ്ട്രീസിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു സാക്ഷ്യം പറയത്തക്ക നിലയിലുള്ള ഒരു പ്രിൻസിപ്പാലിറ്റി, ഒരു ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിനകത്ത് ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യട്ടെ. ഇയ്യോബിനെ എന്തുകൊണ്ട്, ഇനി ഞാൻ ഇവിടുന്ന് പറഞ്ഞു തുടങ്ങാം, എന്തുകൊണ്ട് ഇയ്യോബ് ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും നേരുള്ളവനും ആയി എന്ന വാക്യത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, കുറച്ച് സമയമുള്ളൂ ഇന്നത്തെ ഈ മെസ്സേജ്. നമുക്ക് ആ വാക്യത്തിൽ നിന്ന് തന്നെ എടുക്കാം. എന്തുകൊണ്ട് ഇയ്യോബിനെ കുറിച്ച് ദൈവം നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും എന്ന 3 പരാമർശം പിതാവ് നൽകി എന്ന് ചോദിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. ദൈവഭക്തനായിരുന്നു. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കൈ വണങ്ങുന്നതല്ല. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ കൂടെ ഇരുന്ന് കൈയടിക്കുന്നതല്ല. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ മുട്ടുമടക്കുന്നതല്ല. ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ കൂട്ടായ്മയിൽ മാത്രം കാണുന്നവനെന്നല്ല. ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അവൻ്റെ ആരാധനയ്ക്കകത്തൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അവൻ്റെ നിലപാടുകൾക്കകത്ത് ആ ഡിസിപ്ലിൻ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അവൻ്റെ തീരുമാനങ്ങൾക്കകത്ത് ആ ഡിസിപ്ലിൻ റിഫ്ലക്റ്റ് ചെയ്യും. അവൻ്റെ പരിശോധനകൾക്കകത്ത് ആ ഡിസിപ്ലിൻ റിഫ്ലക്റ്റ് ചെയ്യും. അവൻ്റെ കഷ്ടതയ്ക്കകത്ത് അവൻ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ദൈവഭക്തി അല്ലെങ്കിൽ ദൈവഭക്തൻ എന്ന് ദൈവം ആ മനുഷ്യനെ അഡ്രസ്സ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരു വലിയ പരീക്ഷയ്ക്കകത്ത് ദൈവം അവനെ പരിശോധിച്ച് തെളിഞ്ഞതിൻ്റെ ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഇവൻ ദൈവഭക്തനാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന നമ്മളെല്ലാവരും ദൈവഭക്തന്മാരാ. പക്ഷേ ഇയ്യോബിനെ പോലെ ഒരു സക്സസ് ആയ ഒരു റിപ്പോർട്ട് കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെ കരുതാൻ പറ്റുമോ എന്നുള്ളത് ഈ വചനമൊന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നെപ്പോലൊരു റിപ്പോർട്ട്, ഇയ്യോബിനെ പോലൊരു റിപ്പോർട്ട് കർത്താവിന് എന്നെക്കുറിച്ചും പറയാനുണ്ട് എന്ന് നമുക്ക് 2 വട്ടം ചിന്തിക്കാതെ ഒന്ന് പറയണമെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ മുഴുവനും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവഭക്തൻ എന്ന് ദൈവം ഇയ്യോബിനെ പറഞ്ഞു? അതവൻ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതവൻ ദൈവസന്നിധിയിൽ നേരുള്ളവൻ എന്നതുകൊണ്ട് മാത്രമല്ല, അവൻ നിഷ്കളങ്കൻ എന്നതുകൊണ്ട് മാത്രമല്ല, ദൈവഭക്തൻ എന്ന ഒരു വാക്കിന് ആ മനുഷ്യനെ ദൈവം അവകാശിയാക്കി തീർത്തത് ചില പരിശോധനകളെ എങ്ങനെ താൻ നേരിട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് ആ മനുഷ്യൻ പാലിച്ചൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഇയ്യോബിൻ്റെ ഉള്ളിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. സാത്താനെ കീഴ്പ്പെടുത്താൻ ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന ഒരു ഉറച്ച നിലപാടിൻ്റെ സാക്ഷ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കഷ്ടത പോലെ ചില കഷ്ടതകൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് നിങ്ങളെന്ന വ്യക്തിയെ മെല്ലെ മാറ്റി നിർത്തി ദൈവം നേരെ ആ സ്ഥാനത്ത് വന്ന് വാളും പരിചയും എടുത്ത് യുദ്ധം ചെയ്യുമെന്ന്. എൻ്റെ ലൈഫിൽ ഒരു സ്ട്രഗിൾ വരുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പാടില്ല ഐ ആം എ പാസ്റ്റർ, അപ്പം അതുകൊണ്ട് ദൈവം എന്നെ മാറ്റി ഒരിടത്തേക്ക് നിർത്തി ദൈവം നേരെ എൻ്റെ സ്ഥാനത്ത് വന്ന് നിന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഞാൻ കരുതാൻ പാടില്ല. എനിക്ക് ഒരു സക്സസ് അവകാശപ്പെടാൻ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലർക്ക് ചില ക്രെഡിറ്റ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാ ചെയ്തേ, ഞങ്ങളാ വളർത്തിയേ, ഞങ്ങളാ കൊടുത്തേ, ഞങ്ങളാ പാലൂട്ടിയെ, ഞങ്ങളാ പ്രാർത്ഥിച്ച് കയറ്റി വിട്ടേ, ഞങ്ങളാ പ്രാർത്ഥിച്ച് നേടിക്കൊടുത്തേ. ക്രെഡിറ്റ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. ക്രെഡിറ്റ് കൊടുത്തില്ലെങ്കിൽ മുഖം മുഷിയുകയും ചെയ്യും. ചിലർക്ക് ചില സ്ഥാനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ മുഖം മുഷിയും. എന്നാൽ ഇയ്യോബിനെ നിഷ്കളങ്കനെന്നും നേരുള്ളവനെന്നും ദോഷം വിട്ട് അകലുന്നവനും എന്നും പറഞ്ഞതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്.
അപ്പൊ ഞാനാണെങ്കിലും ഇയ്യോബാണെങ്കിലും നിങ്ങളാണെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമെന്നുള്ളത് രണ്ടു പക്ഷയില്ല, അത് ബൈബിൾ വചനത്തിനകത്തുള്ളതാണ്. പക്ഷെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്നും നമ്മൾ ഓർക്കണം, ബൈബിൾ പറയുന്നു. അപ്പൊ ഇയ്യോബിന്റെ ലൈഫിൽ ഇയ്യോബിനെ ദൈവം രക്ഷിച്ചെടുത്തതും അവന്റെ ആദ്യത്തേതിനേക്കാൾ അവസാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിച്ചതിൻ്റെയും പിന്നിൽ ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് ഒരു അസൈൻമെന്റ് ഫുൾഫില്ല് ചെയ്യാൻ ആള് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓ ജീസസ്. ഈ ഇയ്യോബിനെ പോലെ ഒത്തിരി വേദനയും നീറ്റലും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട് എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ പേരെടുത്ത് പറയുന്നൊന്നുമില്ല, ഞാൻ ആരെയും വിരൽ ചൂണ്ടി കൊണ്ടുവരുന്നൊന്നുമില്ല, ഞാൻ പൊതുവിൽ ഇത് പറയുന്നു. നോക്കൂ, നാം അടങ്ങുന്ന ഒരു സമൂഹം, ദൈവത്തെ അറിയുന്ന ഒരു സമൂഹത്തിൽ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ദൈവം ഒരു വിടുതൽ കൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം ഒരു വിഷയത്തിനകത്ത് നീക്കുപോക്ക് തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഫുൾഫില്ല് ചെയ്യാൻ നമ്മൾ കൈകോർത്ത് നിൽക്കുമ്പോഴാണ്. അവിടെയാണ് ദൈവം പറഞ്ഞത് അവൻ ദൈവഭക്തനാണെന്ന്. അവൻ ദൈവഭക്തനാണെന്ന്. ഒത്തിരി നിരാശകൾക്കകത്തുകൂടെ ഒക്കെ ഇയ്യോബ് കടന്നുപോയി, പക്ഷെ ദൈവം ഒഴിവാക്കിയില്ല. തൻ്റെ ജീവിതത്തിൽ ഏറിയ സമ്പത്തും ഏറിയ നിലയിലുള്ള മാനവും ഉള്ളൊരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. നമ്മുടെ ജീവിതത്തിലൂടെ ഞാൻ വരുവാ കേട്ടോ. ഏറിയ സമ്പത്തും, അത് മക്കളായിട്ടുമുണ്ട്, ആടുമാടുകളായിട്ടുമുണ്ട്, സ്വർണവും വെള്ളിയും വജ്രങ്ങളായിട്ടുമുണ്ട്, എല്ലാ വസ്തുവകകളായിട്ടുമുണ്ട്, എല്ലാ നിലകളിലും മാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇയ്യോബ്. ഈ ജീവിതത്തിൽ ഇതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് സ്വപ്നം കാണാനോ പോട്ട് കേൾക്കാൻ പോലും നമ്മളെല്ലാവർക്കും ഇഷ്ടമില്ല. എന്നാൽ ഇയ്യോബിൻ്റെ ലൈഫിൽ നിന്ന് ഒരല്പസമയത്തേക്ക് കർത്താവ് ഇതൊക്കെ എടുത്തു മാറ്റി സാത്താൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഭക്തനാണ് ഇയ്യോബ് എന്ന് തെളിയിക്കാനും, ഇയ്യോബ് ഏറ്റെടുത്ത വിശ്വാസത്തെ ഈ പറയുന്ന കാര്യങ്ങളെ പ്രതി കൈവിട്ട് കളയുന്നവനല്ല എന്ന് തെളിയിക്കാനും അത്ര കണ്ട് ദൈവത്തിന് ഉറപ്പായിരുന്നു ഇയ്യോബിൻ്റെ മേൽ കിടന്ന വിശ്വാസം. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തിനകത്തൊരു വർധനവ് വരണം. കർത്താവിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഈ ലെവൽ വിശ്വാസം ഇല്ലായിരുന്നു. യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഈ ലെവൽ വിശ്വാസം ഇല്ലായിരുന്നു. ഇത് പഴയ നിയമം നമ്മൾ പറയുന്നത്, എങ്കിലും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഈ ലെവൽ വിശ്വാസം ഇല്ലായിരുന്നു. ഈ റേഞ്ചിലെ വിശ്വാസം ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ടും ഇവരുടെ അവിശ്വാസം കൊണ്ടാണ് പലതും നടക്കാത്തതെന്ന് ശിഷ്യന്മാർ അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്നെന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഈ വിശ്വാസത്തിനകത്തുള്ള വർധനവിലൂടെ മാത്രം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ബ്ലെസ്സിങ്സ് ഉണ്ട്. വിശ്വാസത്തിനകത്ത് ആ ഒരു വിശ്വാസത്തിലൂടെ മാത്രം നമുക്ക് പൊരുതി കയറാൻ പറ്റുന്ന ആത്മമണ്ഡലങ്ങളുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ഞാൻ ചെറിയ കാര്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയ്യോബും ആടുമാടും അനുഗ്രഹവും പുണ്ണും മുറിവും അല്ല ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് വേറെ റേഞ്ചിലെ കാര്യമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശ്രദ്ധിച്ചോ. വിശ്വാസം എന്ന് പറയുമ്പം പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞു, ആമേൻ പറഞ്ഞു പിടിച്ചെടുക്കുന്നത് മാത്രമല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പം ഇന്ന് കഷ്ടമാണെങ്കിൽ നാളെ എനിക്ക് അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുന്നത് മാത്രമല്ല വിശ്വാസം. ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഈ വർധനവ് ചോദിച്ചു വാങ്ങിയതിന് ശേഷമാണ്, ആ വർധനവിൽ നിന്നാണ് ചിലർക്ക് എത്താൻ പറ്റാത്തടുത്ത് കർച്ചീഫ് കൊടുത്തു വിട്ടത്. അപ്പോസ്തലന്മാർക്ക് എത്താൻ പറ്റാത്തടുത്ത് കർച്ചീഫ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞത് ആ വിശ്വാസത്തിന്റെ വർധനവിൽ നിന്നുണ്ടായതാ. ആ വിശ്വാസത്തിന്റെ വർധനവാണ്. കയ്യിൽ ഒരു തരി മണല് പോലും ഇല്ല, എങ്കിൽ കൊടുത്തിട്ട് നീ ഇതിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചോ സൗഖ്യമാവൂന്ന് പറയായിരുന്നു. ഒരു തരി മണല് പോലും ഇല്ല, പൊന്നുമില്ല, വെള്ളിയുമില്ല. നസറയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക് എന്ന് പറയാൻ വേണ്ടി ശൂന്യമാകുന്ന ഒരു കരം മാത്രമേ ആ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ, പത്രോസിനുണ്ടായിരുന്നുള്ളൂ. നസറയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞത് ഈ വിശ്വാസത്തിൻ്റെ വർധനവിൽ നിന്നാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് പാസ്റ്റർ ഒരു പ്രവചനം പറഞ്ഞാൽ തിരസ്കരിക്കാതെ ആമേൻ പറയാനുള്ളതോ, ഇന്ന് മാറി നാളെ നല്ലൊരു ദിവസം വരുമെന്ന് പറയുമ്പോൾ അതേ എന്ന് പറയാൻ, ആമേൻ എന്ന് പറയാനുള്ളതോ മാത്രമല്ല,
അതിനപ്പുറമായി ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യിക്കാനും കൂടെ, ചില കാര്യങ്ങൾ ജീവിതത്തിൽ വിശ്വാസത്തോടെ നടപ്പാക്കാനും കൂടെ, ചില ആത്മമണ്ഡലങ്ങളിലേക്ക് പടവെട്ടി കയറാനും കൂടെ, ചില ഇടങ്ങളിലേക്ക് ആത്മീയ യുദ്ധത്തിന് ദൈവത്തോടു കൂടെ കയറി ചെല്ലാനും കൂടെ ഉള്ള ഒന്നാകുന്നു വിശ്വാസം. നമ്മൾ വളരെ കാര്യക്ഷമമായി നമ്മൾ തിരുവെഴുത്തിനകത്ത് വായിക്കുന്നുണ്ട്. 3-ാം സ്വർഗം വരെ കയറിപ്പോയ പൗലോസ്ലീഹ, ആൾക്ക് കർത്താവ് അവിടുന്ന് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടല്ല പോയെ, പ്രാർത്ഥിച്ചു കയറിപ്പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3-ാം സ്വർഗം വരെ 3 മിനിറ്റിലാ പോയെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3-ാം സ്വർഗം വരെ 3 മണിക്കൂറിലാ പോയെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 3-ാം സ്വർഗം വരെ 3 ദിവസം കൊണ്ടാ പോയെന്ന്? നമുക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ 1-ാം സ്വർഗം കഴിഞ്ഞു, ഇനി ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ 2-ാം സ്വർഗം എത്തും, ഇനി ഒരു ദിവസം കൂടെ യാത്ര ചെയ്താൽ മതി. USA നിന്ന് ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് വരുന്നത് പോലെ 3 ദിവസം കഴിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിറങ്ങി വരുന്നത് പോലെ, ആമേൻ, ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ 3-ാം സ്വർഗവും എത്തും. അങ്ങനെ പോയിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. 1-ാം സ്വർഗം എത്തുന്നതിന് മുൻപേ അതിശക്തമാകുന്ന ആത്മയുദ്ധം ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ആ മനുഷ്യൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും. 2-ാം സ്വർഗം എത്തുമ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ, സകല വാഴ്ചകളും അധികാരങ്ങളും നിൽക്കുന്ന ആ മണ്ഡലത്തിൽ അതിശക്തമാകുന്ന പോരാട്ടങ്ങൾ ആ മനുഷ്യൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും. 3-ാം സ്വർഗം, ഹല്ലേലൂയ. എങ്ങനെ സംഭവിച്ചു ഈ സ്പിരിച്വൽ ജേർണി? എങ്ങനെ സംഭവിച്ചു ഈ ആത്മാവിലെ യാത്ര? എങ്ങനെ സംഭവിച്ചു? തടസ്സങ്ങളില്ലേ ഇവിടെ കയറിപ്പോകാൻ? തടസ്സങ്ങളില്ലേ ആത്മാവിൽ ചില കാര്യങ്ങൾ നേടാൻ? തടസ്സങ്ങളില്ലേ ആത്മാവിൽ ആത്മമണ്ഡലത്തിലേക്ക് കടക്കാൻ? തടസ്സങ്ങളോട് എങ്ങനെ സാധിച്ചു? വിശ്വാസത്തിന്റെ വർധനവ്, വിശ്വാസത്തിന്റെ വർധനവ്, വിശ്വാസത്തിന്റെ വർധനവ്. ഈ സ്പിരിച്വൽ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തു പോയ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. എവിടെ നിന്ന് കിട്ടി ജ്ഞാനം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവ തന്നു, യഹോവ എടുത്തു. ദൈവം തന്നു, ദൈവം എടുത്തു. അതിനകത്ത് എന്തോ ഈ മനുഷ്യന് ഒരു കാര്യം അറിയാം, ദൈവത്തിന് എടുക്കാൻ മാത്രമല്ല അറിയാന്നുള്ള, തരാനും അറിയാം. ഓ ഹല്ലേലൂയ. ദൈവം തന്നത് അങ്ങനെ എടുത്തോണ്ട് പോകുന്ന ഒരു ചരിത്രമില്ല. എന്നാൽ ദൈവം ചിലത് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ അവൻ എന്തോ പദ്ധതി കൊണ്ട് തിരിച്ചേൽപ്പിക്കും. പക്ഷെ അത് ഈ എടുത്തോണ്ട് പോയ നിലയിലും അല്ല എന്നുള്ളത് പുള്ളി പറഞ്ഞു കൊടുക്കുക. ഈ മീറ്റിങ്ങിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവാത്മാവി പറയുക, കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച ചിലത്, അത് മനുഷ്യനായിരിക്കാം, അത് വസ്തുവായിരിക്കാം, അത് സമ്പത്തായിരിക്കാം, ജോലിയായിരിക്കാം, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര. എന്താണെങ്കിലും, ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും, ചലിച്ചു പോകുന്നതാണെങ്കിലും ചലിക്കാത്തതാണേലും, അത് എന്താണേലും, അതൊരു ആത്മീയ അനുഗ്രഹമാണേലും ഭൗതിക അനുഗ്രഹമാണെങ്കിലും, ടെമ്പററി ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അറ്റ് പ്രസന്റ് ഇല്ലാത്തതും, എന്നാൽ ഒരു കാലത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതും ആയിട്ടുള്ളത് ഈ നാളുകളിൽ ഇപ്പോൾ അത് നിങ്ങളുടെ കൈവശമല്ലെങ്കിൽ, ഇപ്പോൾ അത് നിങ്ങളുടെ കൈവശത്ത് വരുമോ എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് എങ്കിൽ, ഇന്ന് ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തു നിന്ന് ഞാനൊരു ചരിത്രം നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഈ മനുഷ്യൻ തൻ്റെ അധരം കൊണ്ട് ഉച്ചരിച്ച് ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് പറഞ്ഞ വാക്കിനകത്ത് അവൻ എല്ലാ കാലത്തേക്കുമായി അത് എടുത്തു എന്ന ഒരർത്ഥം ഇയ്യോബിൻ്റെ സ്പിരിറ്റിൽ കൽപ്പിച്ചിട്ടില്ലായിരുന്നു. തന്നവന് എടുക്കാൻ അറിയാവുന്നതുപോലെ തന്നവൻ അല്പകാലത്തേക്ക് അത് മറച്ചു വെക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളത് അതിൻ്റെ മീനിങ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ചതിനകത്ത് അല്പകാലത്തേക്ക് ദൈവം ചിലതിനേക്കൊന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ, ഇതിനകത്ത് നീ അത് പൂർണ്ണമായ ഒരു കാഴ്ചയോടുകൂടെ അത് കാണുന്നതിന് മുൻപേ ഒരു വലിയ വർധനവ് അതിനകത്ത് വന്നിരിക്കും.
ചില നാളുകൾ നിങ്ങളിൽ നിന്ന് ചില നന്മകൾ മറഞ്ഞിരിക്കുന്നെങ്കിൽ തിരിച്ച് നിങ്ങളത് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന സമയം മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് നിങ്ങളുടെ കയ്യിലേക്ക്, അത് ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നിങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ, എൻ്റെ ദൈവം മരിച്ചു പോയിട്ടില്ല, അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നവനാകയാൽ ഞാൻ പറയുന്നു, ദൈവം നിന്നെ ഏൽപ്പിച്ചത് ഒരു കാര്യത്തിനു വേണ്ടിയും ദൈവം തിരിച്ചെടുക്കുകയില്ല. ഒരു കാര്യത്തിന് വേണ്ടി ദൈവം തിരിച്ചെടുക്കുകയില്ല. അവൻ അല്പകാലത്തേക്ക് അതിനൊരു മറയിട്ടിരിക്കുന്നു. ദൈവവും ചില കാര്യങ്ങൾ മറച്ചു വെക്കും, സാത്താനും ചില കാര്യങ്ങൾ മറച്ചു വെക്കും. ദൈവം ബന്ധങ്ങളെ ചില നാളത്തേക്ക് മറച്ചു വെക്കും. ദൈവം സമ്പത്ത് ചില നാളത്തേക്ക് മറച്ചു വെക്കും. അത് നമ്മളിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകാൻ വേണ്ടി തന്നെ, നമ്മളിൽ ഒരു എഡിഫിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടി തന്നെ, നമ്മളിൽ ഒരു റിവൈവൽ ഉണ്ടാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങളിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള വിശ്വാസവും ഈ തരത്തിലുള്ള റെസ്പോൺസും നിങ്ങൾക്ക് ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അല്പ പച്ച പിടിച്ച ആളെ പിന്നെ ട്രാക്കിൽ കാണാനില്ലല്ലോ. അല്പ പച്ച പിടിച്ചാൽ ആളെ പിന്നെ ട്രാക്കിൽ കാണാനില്ലല്ലോ. പിന്നാണോ? ഹല്ലേലൂയ. അല്പം ഒന്ന് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളില്ലല്ലോ. പിന്നാണോ? അല്പ ദൈവം ഒന്ന് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ആശ്വാസവും സന്തോഷവും കൊടുത്ത പിന്നെ ആളില്ലല്ലോ. പിന്നാണോ? ഇയ്യോബിന്റെ ജീവിതത്തിലും ദൈവത്തിനൊരു സാക്ഷ്യം പറയാൻ, അവൻ ഭക്തനാണ്, നേരുള്ളവനാണ്, നിഷ്കളങ്കനാണെന്നൊക്കെ പറഞ്ഞതിന്റെ പിന്നിൽ നമ്മൾ വിചാരിച്ച ആദ്യം കർത്താവ് അത് എഴുതി പിടിപ്പിച്ചേക്കുക അല്ല. ഇയ്യോബിനെ നന്നായി അവസാനം വരെയും അറിഞ്ഞിട്ട് എഴുതി കൊടുത്തതാ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിൽ നിന്ന് ചിലത് അകന്നു നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കുണ്ടായിരുന്നത് ചിലത് ഇപ്പോൾ മറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, ഇനി അത് എന്നിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മ നിറവോടെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നിങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഇയ്യോബിൻ്റെ ജീവിതം പഠിക്കണം. ഇയ്യോബിൻ്റെ ജീവിതം പഠിക്കണം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇനി ശ്രദ്ധിക്കണം. ഇതും കൂടെ പറഞ്ഞ് നിർത്താൻ പോവുക. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടില്ല. സ്തോത്രം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടില്ല. നമുക്കും കാണും, നമ്മുടെ സാമ്പത്തികമായി നമ്മൾ അതപ്പതിച്ചാലും, നമ്മുടെ വീടും വസ്തുവും ഒക്കെ നമുക്കിപ്പോൾ കയ്യിൽ നിന്ന് പോയാലും, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോലും നമുക്കിപ്പോൾ പഴയതുപോലെ അല്ല, അതാകെ ഇടിഞ്ഞ് തകർന്ന് കിടക്കുകയാണെങ്കിലും നമുക്ക് പഞ്ഞമില്ലാത്ത ഒന്നാണ് സൗജന്യമായ ഉപദേശവും ഉപദേശം തരുന്ന സുഹൃത്തുക്കളും. വേറെ ഒരു ഗുണവുമില്ല. പക്ഷേ പഞ്ഞമില്ലാത്ത ഉപദേശവും, നമുക്ക് ഉപദേശിക്കാൻ കുറെ സുഹൃത്തുക്കൾ. ആരാണ് സുഹൃത്ത്? വിശുദ്ധ ബൈബിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇയ്യോബിനുണ്ടായിരുന്നത് ശരിയായ സുഹൃത്താണോ എന്ന് ദൈവം പോലും ആശ്ചര്യപ്പെട്ടു പോയി. കാരണം 40-ാമത്തെ അധ്യായം അങ്ങോട്ട് കഴിഞ്ഞ് വായിക്കുന്ന സമയത്ത് ദൈവം പോലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ രീതി ശരിയായില്ല, നിങ്ങൾ അവനെ പോയി കണ്ട് സംസാരിച്ച രീതി ശരിയായില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ഇരിക്കുന്നെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ ഹലോ ഞാൻ ഇവിടെ എന്ന് പറയാൻ തക്കവണ്ണം 1-2 സുഹൃത്തുക്കളെയെങ്കിലും, 1-2 ബന്ധങ്ങളെങ്കിലും, അത് രക്തബന്ധമാകട്ടെ, അത് സുഹൃത്തുക്കളാകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആകട്ടെ, അവിടെയും ഇവിടെയും ഒക്കെ ശേഷിപ്പുള്ള ചില സുഹൃത്തുക്കൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കണ്ണീരോടെ ഫോൺ കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ചാരത്തിന്മേലിരുന്ന് ഓട്ട് കഷ്ടം കൊണ്ട് ചൊറിയുന്ന അസുഖം വന്നപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ഭാര്യയും കൂടെ ഇപ്പോൾ പുള്ളിയെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നുള്ള ഒരു സമയത്തിൽ പോലും ഇയ്യോബിന്റെ ജീവിതത്തിൽ ഭാര്യ പോയാലും വന്നു കാണാൻ പറ്റുന്ന നിലയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ നല്ല ജീവിതത്തിൽ ഇദ്ദേഹം ഒരുപാട് ബന്ധങ്ങളെ സമ്പാദിച്ചു. ഇദ്ദേഹം നന്നായിട്ടിരുന്ന സമയത്ത് നല്ല ജീവിതം എന്ത് എന്ന് വന്ന് കണ്ടവരായി ഇവര്. അപ്പൊ പുള്ളിക്ക് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആശ്ചര്യം. ഹല്ലേലൂയ. ഈ നമ്മൾ നല്ല കാലത്ത് ഇരിക്കുന്ന സമയത്ത് നിന്റെ പ്രാർത്ഥനയാടാ നീ ഇങ്ങനെയൊക്കെ എത്തിയേ, നിന്റെ നല്ല മനസ്സാടാ നീ ഇങ്ങനെയൊക്കെ എത്തിയേ, നിനക്കും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാടാ നിന്നെ ഇവിടെ വരെയൊക്കെ എത്തിച്ചേന്നൊക്കെ പറഞ്ഞ വിദ്വാൻമാര് തന്നെ
ലേശം ഇപ്പോൾ ഓഹരി വിപണി ഇടിഞ്ഞ് നിൽക്കുക കേട്ടോ എന്ന് പറയുമ്പോൾ പറന്നെത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോരം ഇടിഞ്ഞു എന്നറിയാൻ വേണ്ടി. ഹല്ലേലൂയ. ഇപ്പം പഴയതുപോലെ വലിയ ഡിമാൻഡൊന്നും ഇല്ല എന്നറിയുമ്പോൾ, ഇപ്പം പഴയ പോലെ വലിയ പച്ചപ്പൊന്നും ഇല്ല എന്നറിയുമ്പോൾ പറന്നെത്തും. ഇനിയിപ്പോൾ US ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തെത്തും. എന്തിനാ? എന്തോരം ഇടിഞ്ഞു എന്നറിയാൻ വേണ്ടി, അല്ലാതെ പണിയാനല്ല. മോനെ, ഞാൻ നിന്നോട് പറയുക, ആരെങ്കിലും വല്ലാത്തടുത്ത് കിടക്കുകയാണ്, വല്ലാത്ത അവസ്ഥ കിടക്കുകയാണെന്ന് പറഞ്ഞാൽ പോയി എരിയുന്ന തീയിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പണി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഹല്ലേലൂയ. നമ്മൾ ഈ മീറ്റിംഗ് എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ദൈവമക്കളുടെ വായിൽ നിന്ന് പെട്രോൾ പുറത്തേക്ക് പോകരുത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് കൈമാറുകയാണ്. അപ്പോൾ ഇയ്യോബിനെയും കാണാനായിട്ട് വന്നു. സമയം കടന്നു പോകുന്നു. ഇയ്യോബിനെയും കാണാനായിട്ട് വന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിനെ 4 സുഹൃത്തുക്കൾ കാണാനായിട്ട് വന്നു. 1 എലീഫസ്, 2 ബിൽദാദ്, 3 സോഫർ, 4 എലീഹു എന്ന് പറയുന്നൊരു വ്യക്തിയും കൂടെ. അതിൽ എലീഫസിനെ മാത്രം ഞാൻ എടുക്കാൻ പോവുക. അത് മാത്രമുള്ള സമയം തന്നെ തികച്ചില്ല, എന്നാലും ഒന്ന് എടുക്കാൻ പോവുക. എലീഫസ് വന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, നഷ്ടത്തിൻ്റെ അനുഭവത്തിൽ കൂടെ വന്നിരിക്കുക. നമുക്ക് ഈ ചിലരൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചില ദൂതുകൾ പറയും, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കും, നമ്മളെ ഒന്ന് സഹായിക്കും മീൻസ് ഒന്ന് കൈത്താങ്, ഞങ്ങളുണ്ടടാ നിൻ്റെ കൂടെ, എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചിലരെ വിളിക്കും. ചിലര് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ അവർ പോകുന്നതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ലിറ്ററിൻ്റെ വലിയ കന്നാസ് നിറയെ പെട്രോളും കൊണ്ടായിരിക്കും വരുന്നത്. നമ്മൾ വിചാരിക്കും ആശ്വാസ ജലവും കൊണ്ടായിരിക്കും വരുന്നതെന്ന്. പക്ഷേ അല്ല. അവർ വരുന്ന കന്നാസിനകത്ത് നിറയെ പെട്രോൾ ആയിരിക്കും. നമ്മൾ കത്തുന്നു എന്ന് കാണുമ്പോൾ എടുത്ത് തലയിൽ കൂടെ കമഴ്ത്തി വെച്ചും പോകും. എലീഫസ് അത് ഹല്ലേലൂയ. പക്ഷെ എലീഫസ് ആരാ? നല്ല വിശ്വാസിയാ. എലീഫസ് ആരാ? പ്രാർത്ഥിക്കുന്നവനാ. എലീഫസ് ആരാ? ഉപവസിക്കുന്നവനാ. എലീഫസ് ആരാ? സ്തോത്രം ചെയ്യുന്നവനാ. എലീഫസ് ആരാ? ഒരുപക്ഷെ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നവനാ. പക്ഷെ കാര്യമില്ല, കന്നാസ് നിറയെ പെട്രോളാ, ഹൃദയത്തിനകം നിറയെ. അപ്പൊ എലീഫസിന്റെ വിചാരം എന്താന്ന് ചോദിച്ചാൽ, ഇയ്യോബ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ ദൈവം നീതിമാൻ എന്ന് പറഞ്ഞാലും, നേരുള്ളവൻ എന്ന് പറഞ്ഞാലും, നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാലും, ഇവൻ്റെ ഈ ദൈവഭക്തനായിരിക്കുന്ന, ഈ രക്ഷിക്കപ്പെട്ട, സ്നാനമേറ്റ, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്ന, ഒരു കാലത്ത് ദൈവം ഏറ്റവും ഉയർത്തിയ, ഒരു കാലത്ത് ദൈവം ഏറ്റവും മാനിച്ച, ഒരു കാലത്ത് ദൈവം ഏറ്റവും ഉപയോഗിച്ച ഈ ഇയ്യോബ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വീണ് കുത്തണമെന്നുണ്ടെങ്കിൽ, എടാ ഇയ്യോബേ, നിന്റെ ഉള്ളിൽ ഞങ്ങളാരും അറിയാത്ത രഹസ്യ പാപമുണ്ടാവണം. നീ എന്തോ അനീതി ചെയ്തു, നീ ദൈവത്തിന് ദോഷകരമാകുന്ന നിലയിൽ നീ എന്തോ പാപം ചെയ്തു, നീ അത് മര്യാദയ്ക്ക് ദൈവത്തോട് ഏറ്റുപറ തുടങ്ങി ഇയ്യോബിനെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്ന ഒരു എലീഫസാണ് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരു വ്യക്തി. തീർന്നില്ല, വേറെ ഉണ്ട് 3 പേർ. എന്നാൽ ഞാൻ എലീഫസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില എലീഫസുമാർ ഒരുപക്ഷെ ബൈബിളും കൊണ്ടായിരിക്കാം കയറി വരുന്നത്, ഒരുപക്ഷെ പ്രൈസലോട് പറഞ്ഞായിരിക്കാം കയറി വരുന്നത്, ഒരുപക്ഷെ പേര് വിളിച്ച് അച്ഛാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കയറി വരുന്നത്, ഹലോ എന്ന് പറഞ്ഞായിരിക്കും കയറി വരുന്നത്, ചിരിച്ചോണ്ടായിരിക്കും കയറി വരുന്നത്. പക്ഷേ അകത്തു വന്നിരുന്നേച്ച് വിരൽ ചൂണ്ടി നമ്മളെ മനസ്സിലാക്കാതെ, നമ്മുടെ ജീവിതം എന്തെന്നറിയാതെ, നമ്മുടെ സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെ ഇപ്പോഴത്തെ മെൻ്റൽ സിറ്റുവേഷൻ എന്ത് മനസ്സിലാക്കാതെ ഒരു വലിയ എലീഫസ് കളിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, പറഞ്ഞും കേട്ടും അവസാനം ഇയ്യോബിനോട് തന്നെ കയ്പും ദേഷ്യവും, ഇയ്യോബിൻ്റെ ജനന ദിവസത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന നിലയിൽ ഡിപ്രസ്ഡ് ആക്കി കളഞ്ഞു. ഹല്ലേലൂയ. ചിലർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ ഡിപ്രഷൻ മോഡിലാക്കി കളയും. ചിലർ വല്ല ദൂതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെ ആകെ മൊത്തം സ്ട്രെസ് ആക്കി കളയും. ഇതേത് ആത്മാവില? എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യൻ എന്നും ഫ്രീ ആയി പോയ ചരിത്രവും. യേശുവിൻ്റെ അടുത്ത് വന്ന വ്യക്തി
ആ പാപിനിയായ സ്ത്രീ വരെ വന്നിട്ട് അവർ പോയത് ഭയങ്കര ഫ്രീഡമായിട്ടാണ് പോയത്. കർത്താവിന് അതേ അറിയുള്ളൂ. കർത്താവിന് ദൂത് പറഞ്ഞ് സ്ട്രെസ് കൊടുക്കാൻ അറിയത്തില്ല, കർത്താവിന് പ്രവചനം കേൾപ്പിച്ച് ബന്ധിക്കാൻ അറിയത്തില്ല, കർത്താവിന് വേറൊരു രീതി ഭാരം കൊടുക്കാൻ അറിയത്തില്ല. കർത്താവിൻ്റെ അടുത്ത് കൊടും പാപി വന്നാൽ അവൻ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കാറ്റത്ത് പറക്കുന്ന പോലെയാണ് പോകുന്നത്. കാറ്റത്ത് ഇങ്ങനെ പാറി നടക്കുന്ന പട്ടം പോലെ പോകുന്നത്. കാര്യം എന്താ? കർത്താവിൻ്റെ മിനിസ്ട്രി അതാ. കെട്ടുന്ന മിനിസ്ട്രി അല്ല ദൈവത്തിൻ്റെ, അഴിക്കുന്ന മിനിസ്ട്രിയാണ് യേശുവിൻ്റെ. പക്ഷെ ഇയ്യോബിൻ്റെ അടുത്ത് ഇവരൊക്കെ വന്ന് രണ്ട് വശത്ത് ഇരുന്ന് വിശേഷങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം ദുഃഖമൊക്കെ ഇയ്യോബ് മനസ്സ് തുറന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ, നമ്മുടെ അടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവസാനം നമുക്കിട്ട് തന്നെ വേല വയ്ക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ്, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇയ്യോബിൻ്റെ ലൈഫ് പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ഈ മീറ്റിങ്ങിനകത്ത് ഇന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ചോദിച്ചും അറിഞ്ഞും മനസ്സിലാക്കി എല്ലാം വെച്ചേച്ച് പിന്നീട് അവസാനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇപ്പം ഇത് സംഭവിച്ചേ. നിന്റെ ബുദ്ധിയില്ലായ്മ, നിന്റെ പ്രാർത്ഥനയില്ലായ്മ, നിന്റെ പാപം, നിന്റെ ചിന്തയില്ലായ്മ, നിന്റെ മണ്ടത്തരം, നിന്റെ ആലോചനയില്ലായ്മ, നിന്റെ എടുത്തുചാട്ടം, നിന്റെ വെപ്രാളം തുടങ്ങി എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു കന്നാസ് നിറയെ പെട്രോൾ ആയിരിക്കും കരുതി വെച്ചേക്കുന്നത്. നമ്മൾ വിചാരിക്കും ആശ്വാസ ജലമാണ്, അവസാനം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണും. ഇതും കൂടെ എടുത്ത് കമത്തി വെച്ച് പോകും, നമ്മൾ ആളിക്കത്തും. പക്ഷെ എൻ്റെ തമ്പുരാൻ ഈ പുസ്തകത്തിനകത്തുണ്ട്. നിങ്ങളെടുത്തത് ഈ പുസ്തകമാണോ? ദീപകൃഷ്ണയ്ക്ക് അതേ പറയാനുള്ളൂ. നിങ്ങളെടുത്തത് ഈ പുസ്തകമാണോ? ഈ പുസ്തകത്തിനകത്ത് മുറിവ് കെട്ടിയവനുണ്ട്. നിങ്ങളെടുത്ത് വായിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകമാണോ? അതിനകത്ത് നഷ്ടത്തിൻ്റെ ചരിത്രം മാത്രമല്ല പറയുന്നത്, അതിനകത്ത് ആദ്യത്തേതിനേക്കാൾ പിന്നത്തേതിൽ ഇരട്ടി അനുഗ്രഹിച്ച ചരിത്രമാണ് ഈ പുസ്തകം പറഞ്ഞു നിർത്തുന്നത്. നിങ്ങളെ ദൈവം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾക്കകത്തുകൂടെ കടത്തി വിട്ടെങ്കിൽ, എലിഫസ് ആരാണ്, ബിൽദാദ് ആരാണ്, സോഫർ ആരാണ്, എലീഹു ആരാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ആ ദൈവം അതൊക്കെ അനുവദിച്ച്. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളെന്ന വ്യക്തിയിലത്തെ വിശ്വാസവും നിങ്ങളെന്ന വ്യക്തിയുടെ നിശ്ചയദാർഢ്യവും ദൈവത്തിന് മറ്റൊരു വാഴ്ചയെ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതാ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ വരുന്ന സമയത്ത് കർത്താവ് ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്യുന്നത്. ദൂതന്മാരായിട്ട് മാത്രമല്ല, ദൈവം നമ്മളെ കൂടെ നിർത്തി നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ മിനിസ്ട്രി ചെയ്യുമ്പോഴും ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട്, നീ മാറി നിൽക്കടാ, ഇന്ന് നീ എന്നും പ്രസംഗിക്കുന്നില്ലേ, ഇന്ന് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് കർത്താവ് മൈക്ക് മേടിച്ച് പ്രസംഗിക്കുന്ന ആൾ അങ്ങനല്ല. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നവനൊന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ഞാനൊന്ന് ഇരിക്കണം, കർത്താവ് എന്നിലൂടെ അതാ ദൈവം ആ ഒരു പാർട്ട്ണർഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു നിങ്ങളുടെ ലൈഫിലാണെങ്കിലും അങ്ങനെ ഒരു ഡെലിവറൻസ് തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, എവിടെയെങ്കിലും പോയി ഇങ്ങനെ കണ്ണും പൂട്ടി നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഭയങ്കര അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പം ചിലതുങ്ങളിങ്ങനെ ഈ കൊച്ചു പിള്ളേർ നമ്മൾ പടക്കം വെക്കുന്ന സമയത്ത് അവർ കാതും കണ്ണും പൊത്തി ഇങ്ങനെ നിൽക്കുമല്ലോ, അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ നിൽക്കല്ലേ, നിങ്ങളൊന്ന് ദൈവത്തോടൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വാ തുറന്ന് സ്തോത്രമെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുക. നമ്മുടെ ഒരു പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ബന്ധനം പൊട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ ബന്ധനം പൊട്ടാത്തതിൻ്റെ കാരണം. നമ്മുടെ സഹകരണം, നമ്മുടെ മനോഭാവം. ഇപ്പം എൻ്റെ മുമ്പിൽ ദൈവം ഇന്ന് കൊണ്ടുവന്ന ഗസ്റ്റ് പാസ്റ്ററിലൂടെ എന്തോ ഒന്ന് ഇപ്പം എൻ്റെ മേൽ കുടഞ്ഞിടും. ഈ മനോഭാവത്തിൽ നിന്ന് ആ മനുഷ്യനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതിന് എൻ്റെ ഒരു സഹകരണം, എൻ്റെ ഒരു ചെറുവിരൽ അനക്കം, കർത്താവേ ഞാൻ എന്നെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ, ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്താൽ എൻ്റെ കെട്ടുകളെ അഴിക്കണമേ എന്നുള്ള ഒരു റെസ്പോൺസ് നിങ്ങളുമായി സഹകരിച്ച് ചെയ്യാനാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടം. ചിലർ നമ്മൾ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു ദൈവസാന്നിധ്യം ആഗ്രഹിക്കുന്നവർ ഏറ്റവും മുന്നിലോട്ട് വരുമെന്ന് പറയും. മുന്നിലോട്ട് നിങ്ങളുടെ സീറ്റുകൾ വിട്ട് നിങ്ങൾ മുന്നിലോട്ട് വരുമെന്ന് പറയും. അപ്പോൾ ചില വലിയ വിദ്വാന്മാർ ഏറ്റവും പുറകിലിരിക്കും. അമ്മമ്മമാരാണെങ്കിലും അപ്പാപ്പന്മാരാണെങ്കിലും വലിയ പുള്ളികളെല്ലാം കിരീടം വെച്ച ആൾക്കാരൊക്കെ ഏറ്റവും പുറകിലിരിക്കും. ഞാൻ എന്തോ ചെയ്യുമെന്നറിയോ, ചിലരൊക്കെ നേരെ ഇറങ്ങി ഏറ്റവും പുറകിലൊക്കെ പോയി തലയെ പിടിച്ച് കുലുക്കുകയും പിടിക്കുകയും തള്ളിയിടുകയൊക്കെ ചെയ്യുന്ന കാണാം. ഞാൻ ചെയ്യത്തില്ല. ഞാൻ ഏറ്റവും മുന്നിൽ ആര് താല്പര്യത്തോടെ വരുമോ അവരെ മാത്രമേ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കൂ. കാര്യം എന്താ?
അങ്ങനെ സഹകരണ മനോഭാവം ഉള്ളവർ മാത്രം ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ മതി. ഹല്ലേലൂയ. ചിലത് പിടിച്ചിളക്കിയാലും കസേരയിൽ നനങ്ങത്തില്ല, പോകുമ്പോഴും ഈ കസേരയും കൊണ്ട് പോകുന്നുള്ള ലെവലിലൊക്കെ ഇരിക്കുന്നതാണ്. അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അവിടെ ഇരുന്നോട്ടെ എന്ന് നമ്മളെന്തിനാ പിടിച്ചിളക്കാൻ പോകുന്നത്? അവിടെ ഇരുന്നോട്ടെ. അത്രയും സമയം കൂടെ അവരെന്തിനാ പിടിച്ച് നിർത്തുന്നതെന്ന് ഓർക്കും. പക്ഷെ സഹകരിക്കുന്ന ചിലർ, ആത്മാവിൽ ദാഹമുള്ള ചിലർ, പരിശുദ്ധാത്മാവിൽ ഒരു കൊതിയുള്ള ചിലർ, ഒരു സ്പർശനം ആഗ്രഹിക്കുന്ന ചിലർ, അവർ ഓടി ഏറ്റവും മുന്നിൽ കണ്ണുനീരോടെ വന്ന് നിൽക്കുന്നത് കാണാം. ആ ഒരു സമയം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു നിയോഗമുണ്ട്. അവരുടെ മേൽ നമ്മൾ കൈവെക്കും. അവിടെ ഞാനല്ല അവിടെ ഒന്നും ചെയ്യുന്നത്, കർത്താവ് അവിടെ പലതും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പലതും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മറ്റു ചിലത് ഏറ്റവും പുറകിൽ തന്നെ വരാതെ ഏറ്റവും പുറകിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ ദൈവം ഡയറക്റ്റ് പോയി തൊടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പം, ഇയാൾ എന്തുവാ ഇന്ന് കാണിച്ച് മറിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുന്ന ചിലത് അവിടെ ഉണ്ട്. സാത്താൻ പോലും തൊടാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹകരണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ വായും തുറക്കത്തില്ല, ചിരിക്കത്തുമില്ല, മനുഷ്യരുടെ മുഖത്തും നോക്കത്തില്ല, കോളർ ബട്ടൺ വരെ ഇട്ട് ഈ കൈ വരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ല. ഈ ചില പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് 2 തോക്കും പിടിച്ചോണ്ട് 2 വശത്ത്, പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്തിനോട് എങ്ങനെ പ്രതികരിക്കണം, അതേത് വിധേന പ്രതികരിക്കണമെന്നുള്ള ബോധമാണ് ഡിസിപ്ലിൻ. അത് ഡിസിപ്ലിനകത്ത് വരുന്നതാണ്. സാത്താനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആത്മാവുള്ളവൻ അറിയാം. ദൈവ സാന്നിധ്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നും ആത്മാവുള്ളവൻ അറിയാം. ഈ ഡിസിപ്ലിൻ ആയിരുന്നു ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഈ വന്ന ഒരു സുഹൃത്തുക്കളെയും ഇയ്യോബ് മോശമായിട്ടൊന്നും പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് കടകട പുറത്തൊന്നും ഒന്നും പറഞ്ഞില്ല. അവരോടെല്ലാം നല്ല രീതിയിൽ ആത്മനിറവുള്ളവനായി തന്നെ അവസാന സമയം വരെയും സംസാരിച്ച് സന്തോഷത്തോടെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് കരഞ്ഞൊരു ഇയ്യോബിനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും എലീഫസ് പറഞ്ഞ ആ ഇയ്യോബിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം ഒന്ന് നോക്കിക്കേ. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം എലീഫസ് പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ പരിഹസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ എലീഫസ് പറയുന്നൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ കേട്ടോ, ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. മീൻസ് എലീഫസ് പറയുകയാണെങ്കിൽ ഇപ്പം ഈ അവസ്ഥ എനിക്കാണ് വന്നെങ്കിൽ എൻ്റെ ഇയ്യോബേ, ഞാൻ ഉള്ളത് പറയാമല്ലോ, ഞാൻ നിന്നെ പോലെ ഇങ്ങനെയൊന്നും കടുംപിടുത്തം പിടിച്ചൊന്നും ഇരിക്കത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുമായിരുന്നു, ഞാൻ ഉപവസിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ ദൈവദാസന്മാരെ വിളിക്കുമായിരുന്നു, ഞാൻ സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുമായിരുന്നു, ഞാൻ ഡെലിവറൻസ് എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എലീഫസ് ഇങ്ങനെ കുറ്റപ്പെടുത്തുക. എന്നാൽ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ റിയൽ ആ ഫാക്റ്റ് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇനി ശ്രദ്ധിക്കാം, എല്ലാ സുഹൃത്തുക്കളും നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളാകണമെന്നില്ല. അത് ആത്മീയരാണെങ്കിലും അനാത്മീയരാണെങ്കിലും എല്ലാവർക്കും നമ്മളെ ദൈവം മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ സർവശക്തനിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സാഹചര്യം എന്തെന്ന്, അവൻ്റെ സ്റ്റാൻഡ് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി ക്രിട്ടിസൈസ് ചെയ്യാതെ, മുൻവിധികളോടെ സമീപിക്കാതെ, അവനാവശ്യമുള്ളത് എന്തെന്നറിഞ്ഞ് കൈമാറുന്നവനാണ് ജീവനുള്ള ദൈവം. ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ചിലരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൈമാറാൻ പോകുക. ഇന്ന് ചില സുഹൃത്തുക്കൾ, നിങ്ങളെ വന്ന് വിധിച്ച ചില സുഹൃത്തുക്കൾ, നിന്റെ പ്രാർത്ഥനാക്കുറവാണ്, നിന്റെ വിശ്വാസക്കുറവാണ്, നിന്റെ ബൈബിൾ വായന ഇല്ലായ്മയാണ്, നിന്റെ ദൈവബന്ധ ഇല്ലായ്മയാണ്, നിന്റെ ഈ അഹങ്കാരമാണ് നിന്നെ ഈ അവസ്ഥയിൽ കൂപ്പ് കുത്തിച്ചതെന്ന് വരെ പറഞ്ഞ് കേട്ട് ഇന്ന് അതേ ഇയ്യോബിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന തമ്പുരാൻ ഇന്നൊന്ന് നിന്നിലേക്ക് കൈമാറും.
കൈമാറാൻ പോകുവാണ്. അത് സുഹൃത്തുക്കൾ വന്ന് വാക്കിലൂടെ കൈമാറിയതുപോലല്ല, ബന്ധുജനങ്ങൾ ഫോണിലൂടെ കൈമാറിയതുപോലല്ല, ചില വിശ്വാസികൾ നിങ്ങളുടെ നേർക്കുനേർ കൈമാറിയതുപോലല്ല. വ്യത്യസ്തമായ ഒന്ന്. ഇന്ന് ചില സുഹൃത്തുക്കൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ പിന്നത്തേതിലെ കാര്യങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടുന്ന നിലയിലുള്ള ദൈവപ്രവർത്തികൾ ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ പുസ്തകം അവസാനിക്കുന്നതിന് മുൻപേ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിന്റെ ജീവിതത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ അവൻ നൽകുന്നത് പോലെ 42-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, 42-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. മുൻകാലത്തെക്കാൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. എനിക്ക് നിങ്ങളോട് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു പിൻകാലമുണ്ട്, നിങ്ങൾക്കൊരു മുൻകാലമുണ്ട്, നിങ്ങൾക്കൊരു പിൻകാലവും ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ മുൻകാലത്ത് നിങ്ങളുടെ മക്കൾ പ്രയോജനപ്പെട്ടതുപോലല്ല ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ നിന്റെ പിൻകാലത്ത് പ്രയോജനപ്പെടാൻ പോകുന്നേ. മുൻകാലം നിങ്ങളെ സ്നേഹിച്ചവരെ പോലല്ല ഒരു പിൻകാലം ദൈവത്താൽ സംഭവിച്ചാൽ പിന്നെ സ്നേഹിക്കാൻ പോകുന്നേ. ഒരു മുൻകാലത്തെ പോലത്തെ ജീവിതമല്ല ദൈവം അനുഗ്രഹിച്ച ഒരുവന്റെ പിൻകാലം. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും എന്ന് പറയുന്നത് പോലെ, രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഉള്ള ജീവിതമല്ല കർത്താവായ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഉണ്ടാകുന്നത്. മുൻകാലത്തെക്കാൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അത് മക്കളുടെ കാര്യമാണെങ്കിലും സാമ്പത്തിക കാര്യമാണെങ്കിലും ആത്മീയ കാര്യമാണെങ്കിലും സകലത്തിന്മേലും ഒരു വർധനവ് നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് ഇയ്യോബിനോട് മനസ്സലിഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെയും ഇയ്യോബ് പിടിച്ചു നിൽക്കാൻ മനസ്സ് കാണിച്ചത് തന്നെയാണ്. സുഹൃത്തേ, 5-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇയ്യോബിന് പട്ടം പറക്കും പോലെ പറക്കായിരുന്നു വിശ്വാസ ജീവിതത്തിൽ നിന്ന്. കാരണം സുഹൃത്തുക്കളെല്ലാം വന്ന് അദ്ദേഹത്തെ ഡിപ്രഷൻ കയറ്റിയത് ആ ലെവലില്ല. ഒരു ഡിപ്രഷൻ മോഡിലേക്ക് വരെ വേണമെങ്കിൽ പോകാമായിരുന്നു. ഒരു സൈക്കോളജിസ്റ്റിനെ വേണമെങ്കിൽ പോയി കാണാമായിരുന്നു. പക്ഷേ അവിടെയും ദൈവത്തിൽ മുറുകെ പിടിച്ച് കണ്ണുനീരിന്റെ സമയത്ത് പിടിച്ചു വെക്കാതെ കരയുകയും, ചാരത്തിന്മേൽ ഇരിക്കേണ്ട സമയത്ത് അങ്ങനെ ഇരിക്കുകയും, ഓട്ട് കഷ്ണം മാത്രമേ ഉള്ളൂ വേദനയുടെ പുറത്ത് ഈ ചൊറിയുന്നിടത്ത്, ഈ വേദന കൊണ്ട് ഈ പൊട്ടി ഒലിച്ചിരിക്കുന്നതിനിടയിൽ ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞ സുഖമാണോ നീറ്റലാണോ വേദനയാണോ? നിങ്ങൾ പറ. വേദനയുടെ പുറത്ത് വേദന തന്നെ ഉണ്ടാകുന്ന ആ നിമിഷം, അപ്പോഴും മാനുഷികമായി ചിലതൊക്കെ വ്യഥയിൽ പറഞ്ഞു എന്നത് ദൈവം അങ്ങ് പുറത്തിട്ട് ഈ മനുഷ്യൻ അവസാനം വരെയും പിടിച്ചു നിൽക്കാൻ കാണിച്ച മനോഭാവത്തിന് ദൈവം കൊടുത്ത മറുപടി ആ മുൻകാലത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടൊരു പിൻകാലം. നിങ്ങൾ എന്തോ ഈ പറയുന്നേ? നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്നതിനകത്തൊക്കെ കിടന്ന് അനുഭവിച്ചിട്ട് അതിനകത്ത് നമ്മൾ സ്തോത്രം ചെയ്യുന്നത് കേട്ട് സുഖിച്ചിരിക്കുന്ന ഒരു ദൈവമാണെന്നാണോ നമ്മളൊക്കെ കരുതുന്നേ? ദൈവം വെയിറ്റ് ചെയ്യുകയാണ്, കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു 1-ാമത്തെ അധ്യായം ഉണ്ടായിരുന്നു. 3-ാമത്തെ അധ്യായം മുതൽ ഭയങ്കര പാടാ. പിന്നെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു 3-ാമത്തെ അധ്യായം മുതൽ ഒരു 42-ാമത്തെ അധ്യായം വരെ ഈ മനുഷ്യൻ കടന്നുപോയതെന്ന് പറയുന്നത് ആരും കടന്നു പോകാത്ത വഴികളിലൂടെയാണ്. പക്ഷെ അതിനകത്തും ഉറച്ചു നിൽക്കാനും വിശ്വസിക്കാനും ദൈവശബ്ദം കേൾക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞതാണ് ഒരു മുൻകാലത്തേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിൻകാലം ആ മനുഷ്യനുണ്ടായത്. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമീമ എന്നും 2-ാമത്തവൾക്ക് കെസിയ എന്നും 3-ാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെ. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി
മരിച്ചു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ രോഗം, എനിക്ക് കുഞ്ഞിൻ്റെ വിവാഹം കാണാൻ പറ്റുമോ എന്നായിരിക്കും ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ കഷ്ടത, ഈ ബുദ്ധിമുട്ട്, ഈ വെല്ലുവിളി, ഇതെല്ലാം കർത്താവ് ഒരു അനുഗ്രഹത്തിനാക്കി മാറ്റുമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനൊരു കൈമാറ്റം കർത്താവ് നൽകാൻ പോവുക. ഒരു ദീർഘായുസിൻ്റെ കൈമാറ്റം, ഒരു വർധനവിൻ്റെ കൈമാറ്റം. ഒരു വർധനവിൻ്റെ കൈമാറ്റം, ഒരു ദീർഘായുസിൻ്റെ കൈമാറ്റം, ഒരാരോഗ്യത്തിൻ്റെ കൈമാറ്റം, മുൻകാലത്തേക്കാൾ പിൻകാലം അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലുള്ള ഒരു ദൈവിക കൈമാറ്റം ഈ മീറ്റിങ്ങിൽ നടക്കാൻ പോകുക. എല്ലാം ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥയിലും, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരവസ്ഥയിലും ബന്ധങ്ങൾ, നിങ്ങൾ ഈ പുത്രന്മാരും പുത്രിമാരും ഈ ആടുമാടുകൾ മാത്രമൊന്നുമല്ല ഇയ്യോബിന് തിരിച്ചു കിട്ടിയത്, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ഉൾപ്പെടെ. ദൈവം അവിടെ ഒരു കാര്യം കൂടെ ഇയ്യോബിനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? ഈ കുറ്റപ്പെടുത്തിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു ദൂത് പറയാം. ഈ കുറ്റപ്പെടുത്തിയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു ടൈം ദൈവം മാറ്റിവെച്ചേക്കുക കേട്ടോ. നിങ്ങളെ വിധിച്ച ചിലർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും. നിങ്ങളുടെ കുറവ് കൊണ്ടാ, കുറ്റം കൊണ്ടാ, നിങ്ങളുടെ ജീവിത വിശുദ്ധി ഇല്ലായ്മ കൊണ്ടാ, നിന്റെ അഹങ്കാരം കൊണ്ടാന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. പരിഹസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. നിന്ദിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപമാനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. അത് നിന്റെ ജീവിതം, അവർക്കും വിടുതല, നിങ്ങളുടെ ജീവിതത്തിന് ഇരട്ടി അനുഗ്രഹമാണ്. ഞാനത് വിശ്വസിക്കുന്നൊരു മനുഷ്യനാണ്. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. കർത്താവ് ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ അങ്ങനെ ഒരു ദീർഘായുസിൻ്റെ അഭിഷേകം, ഒരു വിടുതലിൻ്റെ അഭിഷേകം, ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഇത് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. റാംതോനോ മോഷന്റെ ലെബ്രോകോട്ടോസ ബ്രഡികടസി ആന്റം ലെബ്രോടോസ കേശധേമ ആന്റം ലെഗ്രഡിമോസി ആന്റം. എല്ലാ ദൈവമക്കളും ആത്മാവിൽ, എല്ലാ ദൈവമക്കളും ആരും മൗനമായിട്ടിരിക്കരുത്. സകലരുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരുണ ഇന്ന് വെളിപ്പെട്ട് വന്നിരിക്കും. സകലരുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരുണ. ഓ ഒരു കൈമാറ്റം, ഒരു ദീർഘായുസ്. ആയുസ്സിന് ഭയമുള്ള ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. എൻ്റെ ആയുസ്സിന് ദോഷം വന്നു പോകുമോ, എൻ്റെ തലമുറയ്ക്ക് ഒരു ആവശ്യം നടക്കുന്നതിന് മുൻപേ എനിക്ക് ദോഷം വന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ള വ്യക്തികളെ ഒന്ന് സൗഖ്യമാക്കാൻ പോവുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരു വർധനവിൻ്റെ അനുഗ്രഹം, ഒരു വർധനവിൻ്റെ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു റിസ്റ്റോറേഷൻ ഇതിനകത്ത് ഉണ്ടാകട്ടെ. ഹെൽത്തിന്റെ മേലൊരു റിസ്റ്റോറേഷൻ, ആമേൻ. സമാധാനത്തിന്റെ മേലൊരു റിസ്റ്റോറേഷൻ, സമ്പത്തിന്റെ മേലൊരു റിസ്റ്റോറേഷൻ, വിശ്വാസത്തിന്റെ മേലൊരു റിസ്റ്റോറേഷൻ ഇന്ന് സംഭവിക്കട്ടെ. In the mighty powerful name of Jesus. Oh rimatemo gontosia libro kobolononosi libeta kosebetana spirit lakoto baradekosi antama. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, ചില സുഹൃത്തുക്കളുടെ മുമ്പിൽ, ചില സംസാരിച്ച് നിങ്ങളെ വിധിച്ചവരുടെ മുമ്പിൽ ഒരു മാന്യപാത്രമാക്കി നിർത്തുവാൻ, ഒരു സാക്ഷിയാക്കി നിർത്തുവാനുള്ള ഒരു ദൈവിക ഇടപെടൽ, ഒരു ദൈവിക അനുകൂലത, ഒരു ദൈവത്താൽ തുറക്കപ്പെട്ട ഒരു വാതിൽ ഇന്ന് ഇതിനകത്ത് തുറക്കപ്പെടട്ടെ. ചില വിധിച്ചവരുടെ മുമ്പിൽ, വിധിച്ച് ശപിച്ച് സംസാരിച്ചവരുടെ മുമ്പിൽ ഒരു മാന്യപാത്രമായി നിൽക്കത്തക്ക വണ്ണമുള്ള ഒരു ദൈവിക പ്രവൃത്തി, ദൈവത്താൽ തുറക്കപ്പെട്ട ഒരവസരം, ദൈവത്താൽ തുറക്കപ്പെട്ട ഒരവസരം. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ ദൈവ ഉത്തരമരുളും. നീ ഒന്ന് ഉപവസിച്ചു നോക്ക്, ചിലപ്പോ ദൈവ മനസ്സലിഞ്ഞേക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആയേ, ഞങ്ങളുടെ ജീവിത രീതി കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ആയെന്നൊക്കെ ഇയ്യോബിനെ വന്ന് കണ്ട് കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ മുൻകാലത്തേക്കാൾ പിൻകാലത്തെ അനുഗ്രഹിച്ച ഒരു ദൈവം, ആ മനുഷ്യൻ കാത്തു സൂക്ഷിച്ച ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇന്ന് നമുക്കും ഒന്ന് കാത്തു സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയുന്നു, മുൻകാലത്തേക്കാൾ പിൻകാലത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു കാര്യം പറയാം. ഉള്ള ജോലി പോലും നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഉള്ള ജോലി പോലും ഉപേക്ഷിച്ചു വരേണ്ടി വന്നൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ. കൈമുതലായി ഉണ്ടായിരുന്ന ആരോഗ്യവും അവതാളത്തിലായി നിൽക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കാം.
കൂടെ ഉണ്ടായിരുന്നവർ പോലും തള്ളിപ്പറഞ്ഞൊരു അനുഭവത്തിലായിരിക്കാം. ഈ 4 അനുഭവത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് ഇയ്യോബ്. പക്ഷെ ഈ 4 അനുഭവത്തിനകത്തും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച എല്ലാ ഡിസിപ്ലിനും നഷ്ടപ്പെട്ടു. ആ ഡിസിപ്ലിൻ പോലും ഒരു പരിഹാസമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കൈമോശം വരുത്താതെ മുറുകെ പിടിച്ച ഒന്നായിരുന്നു ഇയ്യോബിന്റെ സ്പിരിച്വൽ ഡിസിപ്ലിൻ. ആ ഒരൊറ്റ ഡിസിപ്ലിൻ കാരണമാ, ആ ഒരൊറ്റ മുറുകപ്പിടി കാരണമാ, ആ ഒരൊറ്റ വിശ്വാസം കാരണമാ ആ മനുഷ്യന്റെ മുൻകാലത്തേക്കാൾ പിൻകാലം വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട് ആ നിലയിൽ ഒരു നിലപാടിലേക്ക് ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുള്ള ജനമൊന്ന് കടക്കട്ടെ. കുഞ്ഞേ, നിന്നെ കൊണ്ടു നടക്കാൻ കുറെ പേരുള്ളപ്പോ നിനക്ക് നല്ല കാലമായിരിക്കും. നിന്റെ സ്തുതിപാഠകരായി അനേകം പേര് വരുമ്പോ നമുക്ക് തോന്നും ദൈവം എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ തമ്പുരാൻ ഇതെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുന്ന സന്ദർഭം മുതൽ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ടെമ്പററിയായി സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അകത്തുനിന്ന് വരുന്നൊരു വികാരമുണ്ട്. അതിന്റെ ബേസിലെ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഇയ്യോബിനെ പോലെ ഡിസിപ്ലിൻ ഉള്ളൊരു മനുഷ്യനാണോ, ഇയ്യോബിനെ പോലത്തെ വിശ്വാസമുള്ളൊരു മനുഷ്യനാണോ. നമ്മൾ ഇയ്യോബിനെ പോലെ അനുഗ്രഹിക്കാനും ഇയ്യോബിന്റെ കുടുംബത്തിന് കിട്ടിയതുപോലത്തെ സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ ചില മ്യൂട്ടേഷന്റെ ടൈമിൽ ദൈവം ജീവിതത്തിൽ നിന്ന് ചിലരെയൊക്കെ മാറ്റി നിർത്തുന്ന, ദൈവം ജീവിതത്തിൽ നിന്ന് ചിലരെയൊക്കെ അകറ്റി നിർത്തുന്ന, ചിലരെ നമുക്ക് വിരോധമാക്കി നിർത്തുന്ന ഒരു സന്ദർഭത്തിൽ എന്റെ അകത്തു നിന്നും പൊങ്ങി വരുന്ന വിശ്വാസത്തിന്റെ നിറം എന്തുവാന്ന് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും കർത്താവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ 1:1 ഇയ്യോബിന്റെ പുസ്തകം 1:1 ദൈവം ഇയ്യോബിനെ കുറിച്ച് നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും എന്ന് മുദ്രയിടാനുള്ള കാരണമെന്ന് 42-ാമത്തെ അധ്യായം വരെ വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട് 1-ാമത്തെ അധ്യായത്തിൽ അവസാനം പുള്ളി പ്രാപിച്ചതിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സുഹൃത്തേ ഒരു തിളക്കമുള്ള നാളുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു ഇരട്ടി ശോഭയോടെ പുറത്തു വരുമെന്നുള്ള വിശ്വാസം നിന്നെ വളർത്താൻ പോകുക. ഒരു ആയുസ്സിന്റെ മേൽ ഒരു വർധനവ് ഈ ജനത്തിന്റെ മേൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആരോഗ്യത്തിന്റെ മേലുള്ളൊരു വർധനവ്, സമ്പത്തിന്റെ മേലുള്ളൊരു വർധനവ്, സമാധാനത്തിന്റെ മേലുള്ളൊരു വർധനവ്, അഭിഷേകത്തിന്റെ മേലുള്ളൊരു വർധനവ്, അത് വിശ്വസിക്കുന്നവന്റെ മേൽ ഇപ്പോൾ സ്വർഗം അത് റിലീസ് ചെയ്യുന്നു. Come on. Ramtenebe kondorobo sianderi labrotogo siandera bakamayandara hosi rebonomo sandala baba baba. Come on, അത് വിശ്വസിക്കുന്നവന്റെ മേൽ തീ പോലെ പിടിക്കുക, വിശ്വസിക്കുന്നവന്റെ മേൽ തീ പോലെ പിടിക്കുക. ഓ ജീസസ്. സ്വർഗം അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ മധ്യഭാഗം കണ്ട് ഇതോടെ അവസാനിക്കുമെന്ന് വന്ന് കണ്ട് ചില സുഹൃത്തുക്കൾ പോലും അവന്റെ പിൻകാലം കണ്ടപ്പോ വന്നു മിണ്ടാൻ പോലും നാണം കെട്ട് മാറി നിന്നിട്ടുണ്ടാകും. ആ നിലയിൽ ചിലരെ അത്ഭുതപ്പെടുത്തുന്നത് പോലത്തെ ഒരു വർധനവ്, ചിലരെ അത്ഭുതപ്പെടുത്തുന്നത് പോലത്തെ ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. തിരുകരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. സ്വർഗം അത് വിശ്വസ്തയോടെ ചെയ്തിരിക്കുന്നതിനാണ് സ്തോത്രം. അതൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.